കൊച്ചിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൊച്ചി നവോത്ഥാനത്തിൻ്റെ പൈതൃക ഭൂമി എന്ന പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് കൊച്ചിക്കാരൻ തന്നെയായ ബഹുമാനായ NK അബ്ദുൽ ലത്തീഫ് സാഹിബാണ്. അദ്ദേഹത്തെ ആ വിഷയം അവതരിപ്പിക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യനായ അധ്യക്ഷരെ, വേദിയിലെ പ്രസീഡിയം അംഗങ്ങളെ, മറ്റു പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആമുഖമില്ല, പ്രബന്ധം എഴുതിക്കൊണ്ടുവന്നതാണ്. അതിലേക്ക് ഞാൻ കടക്കുകയാണ്. ഒരു തുറമുഖ പ്രദേശമെന്നത് കൊച്ചിയുടെ പ്രത്യേകതയാണ്. തുറമുഖങ്ങളിൽ വാണിജ്യ ചരക്കുകളുടെ കയറ്റുമതിയും ഇറക്കുമതിയും നടക്കുന്നു. ഒപ്പം ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും ആദാനവും പ്രദാനവും നടക്കുന്നു. വൈവിധ്യങ്ങളുടെ ഭരണഭംഗി കൊച്ചിക്കുള്ളതാണ്. ലോകത്തിലെ അറിയപ്പെടുന്ന മതങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഭാഷകളും അതുപോലെ തന്നെ. അതുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ ഏത് ചലനവും ഇവിടെ ഓളങ്ങളുണ്ടാക്കുന്നു. കേരളത്തിൽ മതപരമായ നവോത്ഥാനത്തിൻ്റെ ചെറുചലനങ്ങൾ ദൃശ്യമാകുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെയാണ്. 20-ാം നൂറ്റാണ്ടോടെ വ്യക്തമായ രൂപം കൈവന്നു. നവോത്ഥാനത്തിൻ്റെ പൈതൃക ഭൂമി എന്ന വിശേഷണത്തിന് കൊച്ചി അർഹമാകുന്നതിൻ്റെ മുഖ്യമായ കാരണം നവോത്ഥാന സന്ദേശവുമായി 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ തന്നെ സനാവുല്ല മക്തി തങ്ങൾ കൊച്ചിയിലെത്തി എന്നതാണ്. അദ്ദേഹത്തിൻ്റെ നബിനാണയം നവോത്ഥാന ചരിത്രത്തിൻ്റെ കൊച്ചി മുദ്ര കൂടിയാണ്. കൊച്ചിയുടെ സുമനസ്സിൻ്റെ ദർപ്പണവുമാണ് ആ പുസ്തക ശീർഷകം. കൊച്ചിയിലെ കൊച്ചു വ്യാപാരികൾ നബിനാണയം എന്ന പേരിൽ ഓരോ കാശും നൽകിയത് ചുരുക്കൂട്ടിയാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചതെന്ന് മക്തി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മഹിതവാനായ പ്രവാചകനെ തമസ്കരിക്കുന്നതിനും നിന്ദിക്കുന്നതിനും മിഷണറിമാർ അന്ന് നടത്തിക്കൊണ്ടിരുന്ന പ്രചാരണങ്ങൾക്ക് മറുപടി പറയുന്നതിനുള്ള ധാർമ്മിക ബാധ്യത നിർവഹിക്കാൻ ഒരു ധീരാത്മാവ് നടത്തിയ സാഹസിക യത്നമാണ് ഈ പ്രസിദ്ധീകരണത്തിൽ കാണുന്നത്. മക്തി തങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം വായിക്കുന്നത് 1960 കേരള മുസ്ലിം ഡയറക്ടറിയിൽ പ്രസിദ്ധ ചരിത്രകാരനായ PS സയ്യിദ് മുഹമ്മദ് എഴുതിയ ലേഖനമാണ്. കനത്ത എതിർപ്പുകളെ അഭിമുഖീകരിച്ച് ജീവിച്ച അദ്ദേഹം നിർവഹിച്ച സമാധാന ദൗത്യം ലേഖനത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നു. 1896 മലപ്പുറം, കൊണ്ടോട്ടി, വണ്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ മലബാർ കളക്ടറുടെയും മറ്റു ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും ആവശ്യപ്രകാരം സമാധാനം സംസ്ഥാപിക്കാൻ അദ്ദേഹം പര്യടനം നടത്തി. സമാധാനത്തിന് വേണ്ടിയുള്ള തങ്ങളുടെ സേവന സന്നദ്ധത അന്നത്തെ ഇംഗ്ലീഷ് പത്രങ്ങളും മറ്റു നാട്ടുപത്രങ്ങളും പുകഴ്ത്തി. രൂക്ഷമായ എതിർപ്പ് നേരിട്ട ഒരു മുസ്ലിം മിഷണറിയെക്കുറിച്ചാണ് ഈ പ്രശംസ എന്ന് പ്രത്യേകം ഓർക്കുക. മതപരിവർത്തന പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്ന ഒരു കാലമായിരുന്നു അത്. ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമായി കണ്ടിരുന്ന ജാതി സമൂഹങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ ഉദാത്തമായ സാഹോദര്യ മാതൃക കണ്ട് പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നതിൽ അസൂയയും അസഹിഷ്ണുതയും അടക്കാനാവാത്തവരാണ് ഇസ്ലാം മത വിരോധത്തിലും നബി വിരോധത്തിലും എല്ലാ പരിധികളും കടന്നത്. ഈ അസഹിഷ്ണുത കലുഷമായ ക്രൈസ്തവ മിഷണറിമാരുടെ പ്രചാരണത്തിനെതിരെ പ്രമുഖ പണ്ഡിതനായ ചട്ടമ്പി സ്വാമികളും പുസ്തകം എഴുതിയിട്ടുണ്ട്. മക്തി തങ്ങൾ രചിച്ച കൃതികൾ സമാഹരിച്ച് KK മുഹമ്മദ് അബ്ദുൽ കരീം മുൻകൈയെടുത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിപ്പോൾ പുനഃപ്രസിദ്ധീകരിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. കരീം മാഷെ തങ്ങളെക്കുറിച്ചൊരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. മക്തി തങ്ങളെക്കുറിച്ച് എഴുതിയവരിൽ പ്രശസ്ത സാഹിത്യകാരനായ NP മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായ സവിശേഷത എടുത്തു പറഞ്ഞു. മക്തി തങ്ങൾ ഖുർആനെക്കുറിച്ച് മനോഹരമായ ഒരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. വേറെ ഒരു പണ്ഡിതനും പിന്നീട് അത് ആവർത്തിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. ഖുർആൻ മുസ്ലിം സമൂഹത്തിൻ്റെ സമൂലമായ പരിവർത്തന പ്രക്രിയക്ക് സഹായിക്കുന്ന ആത്മീയ ജ്യോതിഷാണ് എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത് വേദാധാരം എന്നാണ്. ആധാരമായിരിക്കുന്ന വേദം. മലയാളവും അറബിയും നഷ്ടപ്പെടുന്ന അറബി മലയാളത്തെ മുസ്ലിയാക്കൾ വികൃതമാക്കുന്നത് കണ്ടപ്പോൾ ആ ഭാഷാസ്നേഹി
മുസ്ലിമീങ്ങൾ അറബിയല്ല മലയാളമാണ് പഠിക്കേണ്ടത് എന്ന് പോലും പറയുകയുണ്ടായി. വിവരദോഷികളായ പണ്ഡിത വേഷധാരികളെ വിമർശിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച ശൈലി ഈ ലേഖകൻ്റെ മാപ്പിള ശൈലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുക്കള വിട്ട് പോയില്ല, അറിവുള്ളവരെ കണ്ടില്ല, കിതാബൊന്നും മോദിയില്ല, ഫത്വക്കൂട്ടും മുട്ടില്ല. കൊച്ചിയിൽ മക്കി തങ്ങളുടെ പ്രധാന ശിഷ്യനെക്കുറിച്ച് കൂടി പറയാനുണ്ട്. CV അബ്ദുറഹിമാൻ ഹൈദറോ സാഹിബ്, ഗ്രന്ഥകാരനായ ഒരു മതപണ്ഡിതൻ്റെ പുത്രൻ. മക്കി തങ്ങളുടെ കീഴിൽ മതവിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1910 തൻ്റെ സ്നേഹിതൻ P. അബു മുഹമ്മദിൻ്റെ ഉത്തരവാദിത്വത്തിൽ മർബാർ ഇസ്ലാം എന്ന വാരിക ആരംഭിച്ചു. 1913 വാരികയുടെ ഉടമസ്ഥതയും പൂർണ്ണ നിയന്ത്രണവും അദ്ദേഹം തന്നെ ഏറ്റെടുത്തു. 1925 വരെ പ്രശസ്തമായ നിലയിൽ മലബാർ ഇസ്ലാം നടന്നു. കടബാധ്യതകളും രോഗവും കാരണം നിർത്തേണ്ടി വന്നു. CV ഹൈദറോ സാഹിബ് ഗുരുവിൻ്റെ സേവന പാതയാണ് പിന്തുടർന്നത്. ഇസ്ലാമിനെ പറ്റിയുള്ള വിജ്ഞാനപരമായ ലഘുലേഖകൾ വില കൂടാതെ വിതരണം ചെയ്യുവാൻ അദ്ദേഹം മലബാർ ഇസ്ലാം ബുക്ക് ഡിപ്പോ വഴി പ്രസിദ്ധീകരണം തുടങ്ങി. ഈ ഘട്ടത്തിൽ തന്നെയാണ് അഖിലേന്ത്യാ സീറത്ത് കമ്മിറ്റിക്ക് വേണ്ടി സ്വന്തം ചെലവിൽ പ്രവാചകൻ്റെ ലഘുജീവചരിത്രം കൊല്ലം തോറും നബിദിനത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ 20-ൽ പരം ലഘുഗ്രന്ഥങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1947 ഡിസംബറിൽ അദ്ദേഹം നിര്യാതനായി. അദ്ദേഹത്തിൻ്റെ ഏകപുത്രനാണ് മർഹൂം CV അബ്ദുൽ അസീസ്. അപൂർവ ഗ്രന്ഥങ്ങളുടെ വൻ ശേഖരമുണ്ടായിരുന്ന ദാറുസ്സലാം ജംഗ്ഷനിലെ ആ വീട് ഇന്ന് ഓർമ്മ മാത്രം. മക്കി തങ്ങൾ വാർത്താപത്രം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് സഹകരണം ലഭിക്കാതെ നിരാശനായെടുത്ത് പിന്നീട് കാക്കായുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പ്രകാശത്തിലൂടെയാണ് ആഗ്രഹ സഫലീകരണമുണ്ടായത്. എന്നാൽ 1878 ഏപ്രിൽ കൊച്ചിയിൽ ആർഗസ്റ്റ് ഓഫീസിൽ നിന്നും കേരള ദീപകം എന്നൊരു പത്രം കാലർസ ഹാജി ബാപ്പു നടത്തിയിരുന്നതായി കാണുന്നു. അതിൻ്റെ വിശദവിവരം ലഭ്യമായിട്ടില്ല. നവോത്ഥാനത്തിൻ്റെ ആദ്യകാല സൂചനകൾ ഫോർട്ട് കൊച്ചിയിൽ ദൃശ്യമായതായി കാണാം. നവോത്ഥാനത്തിൻ്റെ നീരൊഴുക്ക് പല ധാരകളിൽ നിന്നാണ്. ഒന്ന് ദേശീയ പ്രസ്ഥാനത്തിലൂടെയാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പദവിയും ഇന്ത്യയിലെ മതനവോത്ഥാനവും തമ്മിലുള്ള ബന്ധം ശ്രദ്ധേയമാണ്. മുസ്ലിം നവോത്ഥാന ചരിത്രത്തിലെ ഈ ബന്ധം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സാക്ഷിയായിരുന്ന ഈ മൊയ്തു മൗലവി സാഹിബ് രേഖപ്പെടുത്തുന്നുണ്ട്. 1921 ഏപ്രിൽ മാസത്തിലെ ഒറ്റപ്പാലത്ത് വെച്ച് നടത്തപ്പെട്ട കേരള സംസ്ഥാന ഖിലാഫത്ത് കോൺഗ്രസ് മഹാസമ്മേളനത്തിൽ പന്തലിൽ പ്രസ്തുത മജ്ലിസ് ഉലമായ കേരള ശാഖ രൂപീകരിച്ചു. മദ്രാസ് ജമാലിയ അറബി കോളേജ് പ്രിൻസിപ്പാളും നല്ലൊരു പണ്ഡിതനുമായിരുന്ന മൗലവി സയ്യിദ് അലവി തങ്ങൾ കേരള മജ്ലിസ് ഉലമയുടെ സ്ഥിരം പ്രസിഡൻറ്റും വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി, ഷെയ്ഖ് മാഹിൻ ഹമദാനി അരൂക്കുറ്റി വടതല എന്നിവർ വൈസ് പ്രസിഡൻറ്റുമാരുമായിരുന്നു. ജനറൽ സെക്രട്ടറിയായി മൊയ്തു മൗലവിയെയും ജോയിൻറ്റ് സെക്രട്ടറിമാരായി MB മുഹമ്മദ് മൗലവി കട്ടിലശ്ശേരി, KM മൗലവി തിരുവിലങ്ങാടി, മൗലവി അറബി ഷംനാട് കാസർഗോഡ് എന്നിവരെയും തിരഞ്ഞെടുത്തു. മുകളിൽ പറയപ്പെട്ട മതപണ്ഡിതന്മാരിൽ പലരും മുസ്ലിം സമുദായത്തെ ജനോപകാരപ്രദമായ കൃത്യങ്ങളിൽ പങ്കാളികളാക്കാൻ സാരമായി പങ്കുവഹിച്ചവരാണ്. മൊയ്തു മൗലവിക്കും അദ്ദേഹത്തിൻ്റെ പിതാവിനും നവോത്ഥാന സന്ദേശവാഹകരെന്ന നിലയിൽ നേരിട്ട് പങ്കുവഹിക്കാനിടയായ ഒരു പ്രദേശം കൊച്ചിയിലുണ്ട്. പഴയ ഒരു ഗ്രാമം. കോർപ്പറേഷൻ രൂപീകരണത്തിന് മുമ്പ് പഞ്ചായത്തായിരുന്നു പള്ളുരുത്തി. കുറഞ്ഞ മുസ്ലിം കുടുംബങ്ങളെ അന്നുണ്ടായിരുന്നുള്ളൂ. സാമാന്യേന വിദ്യാഭ്യാസത്തിൽ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. നവോത്ഥാന നായകരിൽ പ്രമുഖനായ ഹമദാനി ഷെയ്ഖ് പള്ളുരുത്തിക്ക് സമീപം അരൂക്കുറ്റി വടുതലായിരുന്നു താമസിച്ചിരുന്നത് എന്നതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകാം. ഏതായാലും പള്ളുരുത്തി സ്വദേശിയായ കൊച്ചിയുടെ പ്രഥമ മേയറും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന കൊച്ചുണ്ണി മാസ്റ്ററുടെ ഓർമ്മക്കുറിപ്പ് അവലംബിക്കാം. സമുന്നത ദേശീയ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന പരേതനായ ഈ മൊയ്തു മൗലവിയുടെ കുടുംബവുമായുള്ള എൻ്റെ ബന്ധത്തിന് വളരെ ദീർഘമായ പാരമ്പര്യമുണ്ട്. അത് എൻ്റെ മുൻഗാമികൾ വഴി
സ്ഥാപിതമായതാണ്. അതിന് കുറഞ്ഞത് 100 വർഷത്തെ പഴക്കമെങ്കിലും ഉണ്ടാകണം. മൊയ്തു മൗലവിയുടെ ബാപ്പ മരക്കാർ മുസ്ലിയാരാണ് ഞങ്ങളുടെ പിതാക്കന്മാരെ വേദം പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹം മലബാറിലെ മാറഞ്ചേരിക്കാരനായിരുന്നെങ്കിലും ഒരു ഓണംകേറ മൂലയായിരുന്ന പള്ളിയിലാണ് വളരെ കാലം താമസിച്ചിരുന്നതും പള്ളിയിലെ ഖത്തീബായി ജോലി ചെയ്തിരുന്നതും. പ്രസിദ്ധമായ 1921 മലബാർ ലഹളക്ക് വളരെ മുമ്പ് തന്നെ ബ്രിട്ടീഷുകാരുടെ നോട്ടപ്പള്ളികളായിരുന്നു മൗലവിയും പിതാവും. മരക്കാർ മുസ്ലിയാരെ ഉസ്താദിനെ കുറിച്ച് ഞങ്ങളുടെ കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അത്ഭുതം തോന്നുന്നവയായിരുന്നു. ബ്രിട്ടീഷ് വിരോധിയും കവിയും വിപ്ലവകാരിയും പണ്ഡിതനുമായിരുന്ന അദ്ദേഹം മൊയ്തു മൗലവി ഒളിവിൽ കഴിഞ്ഞ കാലത്ത് പിതാവിനെ കാണാൻ പള്ളുരുത്തിയിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീടുകളിൽ അദ്ദേഹം പാർക്കുമായിരുന്നു. ആ പരിചയവും ബന്ധവുമൊക്കെയാണ് പിന്മുറക്കാരായ ഞങ്ങൾ അറിയാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത്. മരക്കാർ മുസ്ലിയാർ ഒരു പണ്ഡിതനും എന്നാൽ മഹാനിഷേധിയുമായിരുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. ഒരിക്കൽ മൊയ്തു മൗലവിയെ പിടികിട്ടാതെ പോലീസ് ഇദ്ദേഹത്തെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കി. കുറ്റപത്രം വായിക്കുന്നതിന് മുമ്പ് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കോടതിയിൽ നിന്ന് ചോദിച്ചു. മൗലവി മൊയ്തു എന്നൊരാളുടെ പിതാവായിട്ടുള്ളൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. ആ ധിക്കാരത്തിന് ഉദാഹരണമാണ്. പ്രേതബാധയാണെന്ന് പറഞ്ഞ് ഹൈക്കലിൽ മന്ത്രി ചോദിക്കെട്ടുന്നതിന് പൊള്ളത്തിരം വെളിപ്പെടുത്തുന്ന മൗലവിയുടെ കുസൃതിക്കഥയും കൊച്ചുണ്ണി മാസ്റ്റർ ഓർക്കുന്നുണ്ട്. മൊയ്തു മൗലവിയെക്കുറിച്ചും പല കഥകളും കേട്ടിട്ടുണ്ട്. ഒരു വെള്ളിയാഴ്ച പള്ളുരുത്തിപ്പള്ളിയിൽ മൗലവി ജുമാക്ക് പങ്കെടുത്തു. നമസ്കാരവും ദ്വായുമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ആളൊഴിഞ്ഞപ്പോൾ മൗലവി അന്ന് അവിടെ കുത്തുബ നടത്തിയ മുസ്ലിയാരെ അടുത്ത് വിളിച്ച് ചോദിച്ചു, കുത്തുബക്കിടെ താനെന്തിനാണ് കരഞ്ഞത്? ഖുർആൻ ഓതിയപ്പോൾ കരഞ്ഞു പോയതാണെന്ന് മുസ്ലിയാർ പറഞ്ഞു. മൗലവിയുടെ പ്രതികരണം കടുത്ത ഭാഷയിലായിരുന്നു. കഠിനദ്രോഹികളെ ശിക്ഷിക്കുന്ന കാര്യം പറയുമ്പോഴാണോ കരയുന്നത്? അർത്ഥമൊന്നും അറിയാതെ കരഞ്ഞഭിനയിക്കുന്ന മുസ്ലിയാരോടാണ് മൗലവിയുടെ അമർഷം പ്രകടിപ്പിച്ചത്. ഇങ്ങനെ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതമായതുകൊണ്ട് പലയിടത്ത് വെച്ചും മൗലവിക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യസമര സേനാനി എന്ന നിലക്ക് മർദ്ദനമേൽക്കുന്നതിന് പുറമെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർത്ത് പ്രസംഗിക്കുന്നതിൻ്റെ പേരിലും ഏതാണ്ട് നിത്യവും മർദ്ദനം സഹിക്കുമായിരുന്നു. മൗലവി ഒരിക്കൽ ദുഃഖിതനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തന്നെ മൗലവിയോട് ചോദിച്ചു, ഇത്രയ്ക്ക് വേണോ മൗലവി? നവോത്ഥാന കാലഘട്ടത്തിൽ ഇസ്ലാഹി പണ്ഡിതന്മാർ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ അവർണ്ണനീയമായിരുന്നു. ആ കാലത്തിൻ്റെ യഥാർത്ഥമായ ആവിഷ്കരണം P.A. മുഹമ്മദ് കോയയുടെ സുൽത്താൻ വീട് എന്ന നോവലിൽ കാണാം. നവോത്ഥാന പ്രവർത്തകരെ എങ്ങനെയാണ് യാഥാർത്ഥ്യ സമൂഹം കണ്ടിരുന്നതെന്നറിയാൻ ഒരു സംഭാഷണ ശകലം മതി. തുർക്കി മമ്മുക്ക എന്ന പുതിയാപ്പിളയോട് ചെറിയ കാരണവർ തല ഉയർത്തി വാചാലനാകുന്നു. ഇപ്പോഴാ സംഘവും മൗലവിമാരും ഞാൻ എന്ത് പറഞ്ഞു? ഇത് പിത്തനക്കാണെന്ന് നേർച്ചക്കാരെ വിളിക്കാൻ പാങ്ങില്ല, നേർച്ച കഴിക്കാൻ പാങ്ങില്ല, ദാരം പൊന്തിക്കാൻ വാങ്ങില്ല, മന്ദിരം വാങ്ങില്ല, മുഹിദ്ദീൻ മല പാടാൻ വാങ്ങില്ല, ഷാദിൽ ഷെയ്ഖിൻ്റെ ദിക്കർ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇപ്പം എവിടെയെത്തി? ഇപ്പം ഇതാ ഒരു പുതിയ നെതിരേം കൊണ്ട് ഒരു കൂട്ടർ ഇറങ്ങിയില്ലേ? സുൽത്താൻ വീട്ടിൽ നടന്ന ഈ സംഭാഷണത്തിലൂടെ ഐക്യസംഘവും ഉൽപ്പതിഷ്ണുക്കളായ മതപണ്ഡിതന്മാരും എന്തിനു വേണ്ടിയാണ് നിലക്കൊണ്ടിരുന്നതെന്നും എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യങ്ങൾ ഇത്ര കഠിനമായി അവരെ വേർത്തിരുന്നുവെന്നും നോവലിസ്റ്റ് വരികൾക്കിടയിലൂടെ വ്യക്തമാക്കുകയാണ്. അവർ പാടിയിരുന്ന പാട്ടിൻ്റെ വരികളും നോവലിൽ ഉദ്ധരിക്കുന്നുണ്ട്. കള്ളക്കഠിന മൂദേവി കലകെട്ട വഹാബി. പേറ്റ വിശ്വാസത്തിൽ മുദ്രകൊട്ടപ്പെട്ട ഉമ്മർ കോയ എന്നൊരു ചെറുപ്പക്കാരൻ ജോലി പോലും നിഷേധിക്കപ്പെട്ടത് ഹൃദയസ്പർശിയായി P.A. മുഹമ്മദ് കോയ വിരിക്കുന്നു. ഉമ്മർ കോയക്ക് ജോലിക്ക് വേണ്ടി മരക്കച്ചവടക്കാരൻ ഹാജിയാരോട് ശുപാർശ ചെയ്തത് വേലുവേട്ടുവനാണ്. മുടി വളർച്ച ഉമ്മർ കോയയെ കണ്ടപ്പോൾ തന്നെ ഹാജിയാർ ചോദിച്ചു, പുതിയ ജാതിയാണല്ലേ? കണക്ക് കൂട്ടാൻ മിടുക്കനാണെന്ന് പ്രത്യേകം പരിചയപ്പെടുത്തിയപ്പോൾ ഹാജിയാരുടെ മറുപടി, പക്കെങ്കിൽ എന്ത് ഉണ്ടായിട്ടെന്താണ്, വഹാബി ആയാൽ പോയില്ലേ? ഹാജിയാർ തുടർന്നു, കൃഷ്ണ നീ വേറെ ആരെങ്കിലും നോക്ക്, ഇനിയിപ്പോൾ അൻ്റെ ജാതി ആയാലും മതി. എത്ര തീക്ഷ്ണമായിരുന്നു വിശ്വാസാന്തത ബാധിച്ച യാഥാർത്ഥ്യതകൾ എതിർപ്പ്. P.A. മുഹമ്മദ് കോയ എന്ന നോവലിസ്റ്റിൻ്റെ കേവലം ഭാവനാസൃഷ്ടിയല്ല ഈ സംഭവം.
ആ കാലത്തിൻ്റെ സാക്ഷി കെ ഉമർ മൗലവി നമ്മോട് പറയുന്നു. കാലം ഏതാണെന്ന് ഓർക്കണം. വഹാബി എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ പോലും ഭക്ഷണം നിഷേധിക്കും. സമൂഹം വെറുക്കുന്ന ഒരു കാലം. കായബലവും തൻ്റെ ഇടവും ഉള്ളവർക്ക് മാത്രം കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാനാവും. ചിലയിടങ്ങളിൽ ചായക്കടകളിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ പോലും തരില്ല. തന്നാൽ തന്നെ കഠിന വെറുപ്പോടെയായിരിക്കും. നായ്ക്കൾക്ക് പോലും വെള്ളം കൊടുത്താൽ പോലും വഹാബിക്ക് കൊടുക്കരുതെന്നാണ് മുസ്ലിയാക്കൾ പറയുന്നത്. ഇന്നും അങ്ങനെ പറയാൻ മടിക്കാത്തവരെ കാണാം. പള്ളുരുത്തിയെക്കുറിച്ച് പറയുന്നിടയിലാണ് ഇതൊക്കെ ഓർത്തത്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഇരുളാർന്ന കേരള മുസ്ലിം സമൂഹാന്തരീക്ഷത്തിലാണ് പള്ളുരുത്തിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഇസ്ലാഹിക പണ്ഡിതന്മാർ സ്വീകരിക്കപ്പെട്ടത്. പ്രത്യേകം ഓർക്കുക, പള്ളുരുത്തി നഗരത്തിൻ്റെ ഭാഗമായി, നഗരം തന്നെയായി മുസ്ലിമീങ്ങൾ ഇടങ്ങളിൽ പാർക്കുന്ന പല ഭാഗങ്ങളുണ്ടായി. 1985 കേരള നദുൽ മുജാഹിദീൻ്റെ ഒരു യൂണിറ്റ് പള്ളുരുത്തിയിൽ ആരംഭിക്കുന്നു. ദീനിയായ കാര്യങ്ങളിൽ അതീവ തൽപരനായിരുന്ന പുത്തമ്പുരക്കൽ മുഹമ്മദ് മമ്മിക്ക വഖഫായി നൽകിയ ഭൂമിയിലാണ് ആദ്യം ഒരു മദ്രസ തുടങ്ങുന്നത്. തങ്ങൾ നഗർ, നമ്പ്യാപുരം, കച്ചേരിപ്പടി എന്നിവിടങ്ങളിൽ സലഫി മസ്ജിദുകളായി ISM, NGM, കച്ചേരിപ്പടി ISM എന്നിവ സജീവമാണ്. TA കോയ മാസ്റ്റർ, MK അബ്ദുൽ അസീസ്, മുഹമ്മദ് സുല്ലമി, MA അബു, MK ഹുസൈൻ, EH അനസ്, PA അഷ്റഫ്, KP അമീർ മദിനി, PI അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവരുടെ സേവനങ്ങൾ തുടരുന്നു. മൺമറഞ്ഞ കണ്ടത്തിൽ അബു ഇബ്രാഹിം, PP ഉമ്മർ, NA കോയ, വട്ടക്കണ്ടി ഹസൻ, കൊച്ചി മുഹമ്മദ് വാഴവേലി, അബ്ദുൽ ഖാദർ, PA പരീർ എന്നിവരെയും ഈ അവസരത്തിൽ അനുസ്മരിക്കുക. പള്ളുരുത്തി മണ്ഡലത്തിൽ പള്ളുരുത്തി ഈസ്റ്റ്, വെസ്റ്റ്, കച്ചേരിപ്പടി, തൂമ്പടി എന്നീ 4 ശാഖകൾ പ്രവർത്തിക്കുന്നു. സനാബുദ്ദ മക്തി തങ്ങളുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നു. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഫോർട്ട് കൊച്ചിയിൽ ദീനി രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് KNM മുന്നേറുകയുണ്ടായി. ഉമർ മൗലവിയുടെ സേവനമുദ്ര പറഞ്ഞ ഒരു പ്രദേശം എന്ന നിലയിലും ഫോർട്ട് കൊച്ചി ശ്രദ്ധിക്കപ്പെടുന്നു. സൽസബീൽ ജുമാ മസ്ജിദ് എന്നും ഉമർ മൗലവിയെ അനുസ്മരിപ്പിക്കും. കൽവത്തി സലഫി മസ്ജിദും പട്ടാളം സലഫി മസ്ജിദും സംഘടനാ പ്രവർത്തനത്തിൻ്റെ മുദ്രകളാണ്. സംഘടനാപരമായ ചില അഭിപ്രായ വ്യത്യാസം കൊണ്ട് അല്പം അകന്നു നിൽക്കുന്നുണ്ടെങ്കിലും ആദർശപരമായ ബന്ധം അറ്റുപോകാത്തവരാണ് മസ്ജിദുൽ ഇസ്ലാമിൻ്റെ പിന്നുള്ളത്. നവോത്ഥാനത്തിൻ്റെ ആരംഭത്തിൽ തൗഹീദിൻ്റെ സ്വരമുയർത്തിയ പണ്ഡിതനായിരുന്നു ഫോർട്ട് കൊച്ചി സ്വദേശി B. സയ്യിദ് കുഞ്ഞു ഹാജി. ആ സ്വരം സൗമ്യമായിരുന്നു, എന്നാൽ ഇരുമ്പിൻ്റെ ശക്തി അതിനുണ്ടായിരുന്നു. ആ സൗമ്യ സ്വരൂപൻ്റെ പ്രസംഗം തടയാനും യോഗത്തിൽ കുഴപ്പമുണ്ടാക്കാനും യാഥാർത്ഥ്യത്തിൽ ഒരാളെ ശട്ടം കെട്ടി അയച്ചു, തണ്ടും തടിയുമുള്ള മാമുട്ടി ഹംസയെ. ആ പുറപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വാളുമേന്തിപ്പോയ ഉമർ ബിൻ ഖത്താബിൻ്റെ അനുഭവം അനുസ്മരിക്കുന്നതായിരുന്നു. കുറച്ച് സമയം പ്രസംഗം കേട്ട് അദ്ദേഹം തിരിച്ചു വന്നു. തന്നെ പറഞ്ഞയച്ചവരോട് ചോദിച്ചു, അങ്ങേര് പറയുന്നത് ശരിയല്ലേ, പിന്നെ എന്തിനാണ് അങ്ങേരെ തല്ലുന്നത്? ഈ മാമുട്ടി ഹംസയാണ് പിന്നീട് കൊച്ചിയിൽ മുജാഹിദീൻ പ്രസ്ഥാനത്തിൻ്റെ കാവൽ ഭടനായി തീർന്ന ഹംസ ഹാജി. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വിജയചരിത്രത്തിന് മകുടം ചേർത്തിയ ഒരു അത്ഭുത പ്രതിഭാസം ഇവിടെ ജനിച്ച് ജീവിച്ചിരുന്നു. കുഞ്ഞു മുഹമ്മദ് സ്ലാങ്ക്. മൗലവിപ്പട്ടമില്ല, പള്ളി ദർസുകളിൽ ഓതി പഠിച്ചിട്ടുമില്ല, ഒരു തോണിത്തൊഴിലാളി മാത്രം. മതപണ്ഡിതന്മാരുടെ ക്ലാസ്സുകളിൽ കേൾവിക്കാരനായി പങ്കെടുത്തും ഖുർആൻ അറബി മലയാള പരിഭാഷ വായിച്ചും പഠിച്ചും അദ്ദേഹം ലളിത ഭാഷയിൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നു. അതിശയത്തോടെയാണ് K. ഉമർ മൗലവി അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. നവോത്ഥാന പ്രസ്ഥാനം മതരങ്ങൾ ചില മാറ്റങ്ങൾ വിഭാവനം ചെയ്തിരുന്നു. അവയിലൊന്നായിരുന്നു മതവിജ്ഞാനം പൗരോഹിത്യത്തിൻ്റെ കുത്തകയാക്കുന്ന സമ്പ്രദായം അവസാനിപ്പിക്കുക എന്നത്. വേദഗ്രന്ഥം സാധാരണക്കാരൻ മനസ്സിലാകും, അവനും അത് പഠിച്ചാൽ പറയാൻ കഴിയും. കുഞ്ഞു മുഹമ്മദ് സ്ലാങ്ക് എന്ന പണ്ഡിതനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് KNM എന്ന നവോത്ഥാന പ്രസ്ഥാനം അത് തെളിയിച്ചു. അസൻ കുഞ്ഞ് സാഹിബ് മറ്റൊരു അവതരണമാണ്. സ്വപരിശ്രമം കൊണ്ട് പൊതുവിജ്ഞാനവും മതവിജ്ഞാനവും അവഗാഹം നേടിയ A. ഹമീദിനെ വക്താവായി രംഗത്ത് കൊണ്ടുവന്നതും ഈ പ്രസ്ഥാനമാണ്. M. അബ്ദുറഹീം ഉറുദുവിലും മലയാളത്തിലും എഴുതാൻ കഴിയുന്ന സാഹിത്യകാരൻ അൽമനാർ കൊച്ചിയിൽ നിന്നും പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ ചുമതലക്കാരൻ അബ്ദുറഹീമായിരുന്നു. ഇന്നും പ്രായാധിക്യം വകവെക്കാതെ കർമ്മരംഗത്ത് നിലകൊള്ളുന്ന KK ഉമ്മർ, R. ഹംസ മാസ്റ്റർ, അബ്ദുൽ അസീസ് തുടങ്ങിയവർ യുവതലമുറക്ക് ആവേശമാണ്. ഡോക്ടർ TA മുഹമ്മദ് താഹിർ ചിന്താപരമായ ഔന്നത്യം പുലർത്തിയിരുന്ന ഒരു പ്രസ്ഥാന പ്രവർത്തകനായിരുന്നു. ABK മുഹമ്മദ് മുസ്ലിം ലീഗിൽ സജീവമായിരുന്നെങ്കിലും KNM-ൽ പങ്കുവയ്ക്കാൻ സമയം കണ്ടെത്തിയിരുന്നു.
തുറമുഖ പ്രദേശമായ കൊച്ചിയെ നവോത്ഥാനത്തിൻ്റെ പൈതൃക ഭൂമിയാക്കുന്നതിന് സവിശേഷ സംഭാവനയാണ് ഗുജറാത്തിലെ കച്ചിൽ നിന്നും കച്ചവടാർത്ഥം വന്ന കച്ചി സമൂഹം. അവർക്ക് കച്ചവടക്കണ്ണ് മാത്രമല്ല മത അവബോധവും ഉണ്ടായിരുന്നു. മുസ്ലിം നവോത്ഥാനത്തിന് അവരുടെ സംഭാവനകൾ സവിസ്തരം പഠനമർഹിക്കുന്നു. ഹനഫി മദ്ഹബ് സ്വീകരിച്ചിരുന്ന അവർ സ്ഥാപിച്ചതാണ് പഴയ പള്ളി എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി കച്ചി പള്ളി. മുജാഹിദീൻ പ്രസ്ഥാനത്തോടുണ്ടായിരുന്ന ആഭിമുഖ്യം കൊണ്ടാണ് പുതിയ പള്ളി പണിതത്. അതിന് പ്രചോദനമായ സംഭവത്തെക്കുറിച്ച് കെ എം ഉമർ മൗലവി തൻ്റെ ഓർമ്മകളുടെ തീരത്ത് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പഴയ പള്ളിയിൽ ഹൈദരാബാദിൽ നിന്ന് ഉറുദു പണ്ഡിതനായിരുന്നു അന്നത്തെ ഖത്തീബ്. ഒരു ദിവസം നാഗൂരിൻ്റെ കാളയെ എഴുന്നള്ളിച്ചുകൊണ്ട് ഒരു വാദ്യഘോഷ സംഘം മട്ടാഞ്ചേരി ബസാറിലൂടെ കടകൾ തോറും കയറി പിരിവെടുത്തു വരികയായിരുന്നു. പഴയ പള്ളിയിലെ ഹൈദരാബാദുകാരൻ മൗലവി തൻ്റെ വാക്കിംഗ് സ്റ്റിക്കുമായി എതിരെ വരുന്നുണ്ടായിരുന്നു. കഠിന ശിർക്കിൻ്റെയും ഖുറാഫാത്തിൻ്റെയും കോമരമായ ഈ കാളയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കരികയറി തൻ്റെ ഊന്നുവടി കൊണ്ട് കാളയെ അടിച്ചു. കാള വിരണ്ടോടി. തിരക്കേറിയ ബസാർ ഭയമുഖരിതമായി. നാഗൂറാണ്ടവരുടെ വിശുദ്ധ പ്രതീകമായ കാളയെ തല്ലിയ മഹാഭാവം കൊലപാതകത്തേക്കാൾ ഗുരുതരമായി ഗണിക്കുന്നൊരു സമൂഹത്തിൽ എന്ത് സംഭവിക്കണം? ആ പണ്ഡിതൻ പള്ളിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. കൊല്ലേണ്ടതാണ്. എന്തുകൊണ്ടും അതുണ്ടായില്ല. അക്കാലത്ത് മട്ടാഞ്ചേരി ബസാറിലെ വലിയ വ്യാപാരിയും ധനാഢ്യനും ഭക്തനുമായിരുന്ന മർഹൂം അബ്ദുല്ല ഹാജി അഹമ്മദ് സെട്ട് സാഹിബ് ബഹിഷ്കൃതനായ പണ്ഡിതനെ തൻ്റെ പാണ്ഡികശാലയിലെ ഓഫീസിലേക്ക് ക്ഷണിച്ചു വരുത്തി. ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ തകർത്ത് കളയുന്ന ആരാധനയ്ക്ക് സമമായ ശിർക്കാണ് കാളപൂജയെന്നും അള്ളാഹുവിൻ്റെ ഏകത്വത്തിനെതിരിൽ പ്രദർശിപ്പിക്കുന്ന ഈ കോമരത്തെ അടിച്ചോടിച്ചത് തൻ്റെ ഈമാനിൻ്റെ പ്രേരണയായിരുന്നുവെന്നും മഹാനായ മൗലവി സാഹിബ് സേഠിൻ്റെ മുമ്പിൽ ഹൃദയം ഉണർത്തി. കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന സേഠ് സാഹിബിൻ്റെ ഹൃദയത്തിലേക്ക് തൗഹീദിൻ്റെ കിരണങ്ങൾ പാഞ്ഞു കയറി. യഥാർത്ഥ ഭക്തി കൊണ്ട് പിടഞ്ഞ ആ ഹൃദയം ഉടൻ തന്നെ പ്രതികരിച്ചു അത്രേ. ഈ സത്യം മുസ്ലിമീങ്ങളെ ബോധ്യപ്പെടുത്താൻ, ശിർക്കിനെതിരെ തൗഹീദിൻ്റെ ശബ്ദമുയർത്താൻ ഒരു മസ്ജിദ് വേണം. അത് ഞാൻ നിർമ്മിക്കും. താങ്കൾ അവിടെ ഇമാമും ഖത്തീബുമായിരിക്കും. അങ്ങനെ പള്ളി നിർമ്മിക്കപ്പെട്ടു. അതാണ് പുതിയ പള്ളി. പള്ളിയുടെ സംരക്ഷണം നടത്തുന്നതുമായി തൻ്റെ സ്വത്തുക്കളിൽ ഒരു ഭാഗം സേഠ് സാഹിബ് വഖഫ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ 3-ാം തലമുറയിലെ ചെറുമകൻ അസ്ലം സേട്ടുമാണ് ഇപ്പോൾ മുത്തവല്ലിയായി ചുമതല വഹിക്കുന്നത്. കാലമേറെ കഴിയുന്നതിന് മുമ്പ് പുതിയ പള്ളി കൊച്ചിയിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ശിലാകേന്ദ്രമായി. മലയാളത്തിൽ കുത്തുബ ആരംഭിച്ചപ്പോൾ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഒരു മക്കാർ മൗലവിയായിരുന്നു ഖത്തീബ്. പിന്നീട് ദീർഘകാലം സയ്യിദ് കുഞ്ഞിഹാജിയായിരുന്നു ഖത്തീബ്. മുസ്ലിം സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ മറ്റു മേഖലകളിലും കച്ചി സമൂഹത്തിൻ്റെ സംഭാവനകൾ ഉണ്ടായി. ഇസ്മായിൽ ഹാജി ഇസ സെട്ടുമാണ് കൊച്ചിയിൽ ഹാജി ഇസ ഹൈസ്കൂൾ സ്ഥാപിച്ചത്. ഇപ്പോൾ മകൻ ഇക്ബാൽ സെട്ടുമാണ് മാനേജർ. കൊച്ചിയിലെ മുസ്ലിമുകളുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ആ ഹൈസ്കൂളിന് മുഖ്യ സ്ഥാനമുണ്ട്. ഐലൻഡിലെ ജുമാഅത്ത് പള്ളി നിർമ്മിച്ചതും അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. കൊടുങ്ങല്ലൂരിൽ MAS അസ്മദി കോളേജും ആ കുടുംബത്തിൻ്റെ വകയാണ്. കപ്പലിൻ്റെ മുക്കിലെ മസ്ജിദുൽ മുജാഹിദിൻ്റെ നിർമ്മിതിയിലും നടത്തിപ്പിലും കച്ചി സമൂഹത്തിൻ്റെ പങ്ക് മുഖ്യമാണ്. ഹാജി സാലിം മുഹമ്മദ് സെട്ട് സഹോദരൻ മുഹമ്മദ് ഇബ്രാഹിം സെട്ട് തുടങ്ങിയവർ വഹിച്ച പങ്കാളിത്തം വളരെ പ്രധാനമാണ്. KNM കൊച്ചി മണ്ഡലത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കച്ചി സമൂഹത്തിൻ്റെ സാന്നിധ്യം കാണാം. വളരെ കാലം ഹാജി മുഹമ്മദ് ഉസ്മാൻ ഹാജി ഹുസൈൻ സെട്ട്, സാലെ മുഹമ്മദ് സെട്ട്, മുഹമ്മദ് ഇബ്രാഹിം സെട്ട്, സക്കരിയ സെട്ട് എന്നിവർ പ്രസിഡന്റുമാരായിരുന്നു. സാലെ മുഹമ്മദ് ഘട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു. ഇബ്രാഹിം സുലൈമാൻ സെട്ട്, അബ്ദുല്ല ഹാജി അഹമ്മദ് സെട്ട്, അഹമ്മദ് ഉസ്മാൻ സെട്ട്, ഹാജി ജൂനസ് സെട്ട്, റഷീദ് ഉസ്മാൻ സെട്ട് തുടങ്ങിയവരെല്ലാം ഈ മണ്ഡലത്തിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളവരാണ്. കൊച്ചിയിലെ സനാന മദ്രസ മികച്ച നവോത്ഥാന സംരംഭമായിരുന്നു. പൗരോഹിത്യത്തിൻ്റെ വിലക്കുകൾ അവഗണിച്ച് പെൺകുട്ടികൾക്ക് മാത്രമായി സ്ത്രീകൾ അധ്യാപനം നടത്തുന്ന ഒരു വിദ്യാലയം പുതിയ പള്ളിയുടെ സ്ഥാപകയായ അബ്ദുല്ല ഹാജി ആരം സേട്ടുവിൻ്റെ പുത്രി മലവക്തയായ അബ്ദുൽ സത്താർ സേട്ടുവിൻ്റെ സഹധർമ്മിണി ആസിയാബായി സാഹിബയാണ് ഈ വിദ്യാലയത്തിൻ്റെ സ്ഥാപക എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. മട്ടാഞ്ചേരിയിലെ ആസിയാബായി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രസിദ്ധമാണ്. ഇന്ന് ഇസ്ലാഹി പ്രശ്നത്തിൽ ഗണിതയിലായ ബാബു താഹിർ സേട്ടുമാരുടെ പിതാക്കളുടെ മാതാവാണ് ആസിയാബായി. മറ്റൊരു സ്ത്രീരത്നമാണ് ഖദീജ ബീവി സാഹിബ. കിക്കി സേട്ടുവിൻ്റെ ഭാര്യ, ബാബു സേട്ടുവിൻ്റെയും മാതാവ്. പുതിയ പള്ളിയുടെ മുത്തവല്ലിയായിരുന്ന അബ്ദുൽ ലത്തീഫ് സേട്ടുവിൻ്റെ ഏക പുത്രിയാണ് ഖദീജ ബായി. ധനാഢ്യയായ അവർ
പള്ളി, മദ്രസ, സ്കൂൾ തുടങ്ങിയവയ്ക്കായി തൻ്റെ സ്വത്തുക്കൾ വഖഫ് ചെയ്യുകയുണ്ടായി. പനേപ്പള്ളി ഓറിയൻ്റൽ ഹൈസ്കൂളിന് വേണ്ടി അവർ നൽകിയ മൈതാനം ഒരു സ്മാരകം തന്നെയാണ്. ഖദീജാബായി ചാരിറ്റീസ് എന്നൊരു ധർമ്മസ്ഥാപനം തന്നെ നിലവിലുണ്ട്. എറണാകുളത്ത് ദാറുൽ ഹൈസ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ദാറുൽ അറബി കോളേജ്, കൊച്ചിൻ യത്തീംഖാന, ദാറുൽ മദ്രസ എന്നിവ ഖദീജാബായി സാഹിബ വഖഫ് ചെയ്തതും ഖദീജാബായി ട്രസ്റ്റിന് കീഴിൽ നിന്നു പോരുന്നതുമാണ്. ബാബു സേട്ടും താഹിർ സേട്ടും ഇതിന് നേതൃത്വം നൽകുന്നു. ബാബു സേട്ട് KNMൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. കൊച്ചിയിൽ ആബാദ് ഗ്രൂപ്പിൻ്റെ ക്രിയാത്മകമായ സേവനങ്ങൾ, വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഫലപ്രദമാണ്. നവോത്ഥാനത്തിൻ്റെ പൈതൃക ഭൂമി എന്ന നിലയിൽ കൊച്ചിക്ക് ഏതെല്ലാം കോണുകളിൽ നിന്നാണ് പങ്കാളിത്തവും സംഭാവനയും ഉണ്ടായതെന്ന് എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് കച്ചി സമൂഹത്തെക്കുറിച്ച് ഇത്രയും ഇവിടെ പ്രത്യേകമായ ഒരു പഠനം നടത്തിയത് എന്നുണർത്തട്ടെ. നവോത്ഥാന പ്രസ്ഥാനം എല്ലാ ജാതി ഉപജാതി വ്യത്യാസങ്ങളെയും ഉന്മൂലനം ചെയ്ത് മാനവികതയിൽ ഊന്നി തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ഉത്തമ സമൂഹം ലക്ഷ്യമാക്കുന്നു. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അനവരതം പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള നദ്വത്തുൽ മുജാഹിദീനും അതിൻ്റെ യുവവിഭാഗമായ ISM. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കൊച്ചി മേഖലയിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ ആ ലക്ഷ്യബോധത്തോടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് കാണാം. 1955 മാർച്ച് 14 കേരള നദ്വത്തുൽ മുജാഹിദീൻ കൊച്ചി ശാഖ രൂപീകൃതമാകുന്നത്. ആദ്യ ഭാരവാഹികൾ B. സയ്യിദ് കുഞ്ഞു മൗലവി പ്രസിഡന്റ്, KV ബാവക്കുട്ടി ഹാജി വൈസ് പ്രസിഡന്റ്, CK കുഞ്ഞു മുഹമ്മദ് സെക്രട്ടറി, PB മൊയ്തീൻ ജോയിൻറ്റ് സെക്രട്ടറി, അബ്ദുൽ ഷുക്കൂർ ഹാജി ഉമ്മർ ട്രഷറർ. മദ്രസാ നിർമ്മാണത്തിനുള്ള ഫൈനാൻസ് കമ്മിറ്റി ഹാജി CM അബൂബക്കർ, ഹാജി AM ഹംസ, KV ബാവക്കുട്ടി ഹാജി MK സിനാർ, ഹാജി അബ്ദുൽ ഷുക്കൂർ സേട്ട്, ഹാജി യൂനസ് ഉമ്മർ സേട്ട്, CK കുഞ്ഞു മുഹമ്മദ്. മദ്രസാ മാനേജിംഗ് കമ്മിറ്റി ഇബ്രാഹിം സുലൈമാൻ സേട്ട് പ്രസിഡന്റ്, KA അക്ബർ ബാദുഷാ മാനേജർ, TA അബ്ദുറഹിമാൻ കൺവീനർ, ഹാജി മുഹമ്മദ് ഉസ്മാൻ ഹാജി ഹുസൈൻ സേട്ട് വൈസ് പ്രസിഡന്റ്, ഹാജി യൂനസ് സേട്ട് ട്രഷറർ. 1956 LP സ്കൂൾ തുടങ്ങി 57-58 സ്കൂൾ വർഷത്തിൽ അംഗീകാരം ലഭിച്ചു. 1950 ഓറിയൻ്റൽ അപ്പർ പ്രൈമറി സ്കൂളും 62-63 ഓറിയൻ്റൽ ഹൈസ്കൂളുമായി. ഇന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളായി വളർന്നു. നല്ല നിലയിൽ മദ്രസയോടുകൂടിയ ഈ വിദ്യാലയ സമുച്ചയം ഉയർന്നു നിൽക്കുന്നു. മുകളിൽ രേഖപ്പെടുത്തപ്പെട്ട എല്ലാ സേവകരും നമ്മെ വിട്ടുപിരിഞ്ഞു. അവരുടെ സേവനങ്ങൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. PS അഹമ്മദ് കോയ മൗലവി, ഡോക്ടർ മൗലാന അബ്ദുൽ ഖാദർ, അഡ്വക്കേറ്റ് KM സയ്യിദ് മുഹമ്മദ്, NA അബ്ദുൽ ഖാദർ, KA അബ്ദുൽ ഖാദർ ഹാജി പ്ലാവുങ്കൽ, AA കുത്തുണ്ണി മാസ്റ്റർ, ശ്രീമാൻ മാസ്റ്റർ, ഖുറാൻ മുഹമ്മദ്, മാലിക് അബ്ദുറഹിമാൻ, ആർട്ടിസ്റ്റ് അബ്ദുറഹിമാൻ, സുലൈമാൻ ഹാജി, VY അബ്ദുറഹിമാൻ, PA അബ്ദുൽ ഖാദർ, KS മുഹമ്മദ് നൈന, TA മമ്മു, PK മമ്മു, അബൂബക്കർ സാഹിബ്, സാലിഹ് മൗലവി, NA കുഞ്ഞു മുഹമ്മദ് ഹാജി, KA ഹംസ മാസ്റ്റർ, ഉസ്താദ് ഉസ്മാൻ മുഹമ്മദ് ഹാഷിം സേട്ട്, ഹാഷിം ഉസ്മാൻ സേട്ട്, AKM ഹുസൈൻ, PAM അഷ്റഫ്, PM അലി, TK അബ്ദു, കോയ മുഹമ്മദ്, K അബ്ദുൽ ഖാദർ തുടങ്ങി എത്രയോ പേരാണ് ഈ പ്രസ്ഥാനവുമായി സഹകരിക്കുകയും സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തവർ, മൺമറഞ്ഞു പോയവർ. അവരുടെ മഹഫിറത്തിനായി പ്രാർത്ഥിക്കുന്നു. കൊച്ചിയെ ധന്യമാക്കിയ മഹാപണ്ഡിതന്മാരുടെ സാന്നിധ്യം അവിസ്മരണീയമാണ്. കൂട്ടായി അബ്ദുല്ല മൗലവി, ഇസ്ഹാഖ് മൗലവി, അലവി മൗലവി, അബ്ദുൽ ലത്തീഫ് മൗലവി, KM ജമാലുദ്ദീൻ മൗലവി, അബ്ദുൽ ഖാദർ മൗലവി, K ഉമർ മൗലവി, മുഹമ്മദ് അമാനി മൗലവി, CN അഹമ്മദ് മൗലവി, KC അബൂബക്കർ മൗലവി, CP ഉമ്മർ സുല്ലമി, സാലിഹ് മൗലവി, ഷംസുദ്ദീൻ ഫറൂഖി, CM മൗലവി, ബാപ്പു മൗലവി, AP അബ്ദുൽ ഖാദർ മൗലവി എന്നിങ്ങനെ നീണ്ടുപോകുന്നു ആ പേരുകൾ. ഇസ്ലാമിക പ്രസിദ്ധീകരണ രംഗത്തും കൊച്ചിയുടെ സംഭാവനകൾ ശ്രദ്ധേയമാണ്. കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രൂപം കൊടുത്ത മുജാഹിദ് പബ്ലിക്കേഷൻസിൻ്റെ കൺവീനറായി പ്രവർത്തിക്കാൻ എളിയവനായ എനിക്ക് അവസരമുണ്ടായി. കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവി രചിച്ച സുപ്രസിദ്ധമായ അത്തൗഹീദ് പുനഃപ്രസിദ്ധീകരിച്ചത് എടുത്തു പറയാവുന്നതാണ്. സാലേഹ് മുഹമ്മദ് ഷേട്ടിൻ്റെ ശ്രമഫലമായി അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ഏതാനും ഭാഗങ്ങൾ കൊച്ചിയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. ഇസ്ലാമിൽ നബിയുടെ സ്ഥാനത്തെ സംബന്ധിച്ച് ഒരു ഗ്രന്ഥവും പ്രസിദ്ധീകരിക്കപ്പെട്ടു. അൽമനാറും കുറച്ചുകാലം പ്രസിദ്ധീകരിച്ചത് ഇവിടെ നിന്ന് തന്നെ. ഉമർ മൗലവിയുടെ സൽസബീൽ വളരെ കാലം കൊച്ചിയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. KA ജബ്ബാരിയുടെ സലഫി ടൈംസ് 10 വർഷത്തോളം മുഖ്യപത്രത്തിലായവരായി ഇവിടെ നിന്നും എളിയവനായ ഞാൻ മുഖ്യപത്രത്തിലായവരായി ഇവിടെ നിന്നും ഇറങ്ങിയിരുന്നു. ISM
ISM മതപരമായ പല ലഘുഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന ഉദ്ദേശങ്ങൾ പ്രധാനമായ സ്ത്രീ സമൂഹത്തിന് കനത്ത എതിർപ്പുകളെ നേരിട്ടുകൊണ്ട് MGM രൂപീകരിച്ച് ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കൊച്ചിക്ക് കഴിഞ്ഞു എന്നത് അഭിമാനത്തോടെ രേഖപ്പെടുത്തട്ടെ. നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് സംഘടിത രൂപം ആദ്യമായി വരുന്നത് 1922 ഐക്യസംഘം രൂപം കൊള്ളുന്നതോടെയാണല്ലോ. അതിനു മുമ്പ് വക്കം അബ്ദുൽ ഖാദർ മൗലവി നേരിട്ട് രൂപം കൊടുത്ത ഇസ്ലാം മത ധർമ്മപരിപാലന സംഘം വളരെ സൗമ്യമായ പ്രവർത്തനം നടത്തിയിട്ട് പോലും ഹബീബ് എന്നൊരു സഹപ്രവർത്തകൻ്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ജീവാർപ്പണത്തോടെ ആരംഭം കുറിച്ച ഈ പ്രസ്ഥാനം കൊടുങ്ങല്ലൂരിൽ നിന്നും ഐക്യസംഘമായാണ് യാത്ര തുടർന്നത്. KM മൗലവിയുടെ പാണ്ഡിത്യോപദേശത്തോടെയുള്ള പുറപ്പാടിന് ആദ്യം വരവേൽപ്പ് നൽകാൻ കൊച്ചിക്ക് അതിൻ്റെ സാരഥികളായിരുന്ന മണപ്പാട് കുഞ്ഞുമുഹമ്മദ് ഹാജിയെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയും KM സീതി സാഹിബിനെയും പോലുള്ള ധീരാത്മാക്കളെ ആദരപൂർവ്വം ആദരിച്ചു. ഈ മഹനീയ പാരമ്പര്യത്തിൽ കൊച്ചിക്കാരനെന്ന അഭിമാനത്തോടെ സർവശക്തൻ്റെ തിരുനാമത്തിൽ ഈ പ്രബന്ധം ഈ പ്രബുദ്ധ സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.